ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് റെഡ്മിന്റെ നോട്ട് സീരീസ്. എല്ലാ വർഷവും റെഡ്മി ഇറക്കുന്ന നോട്ട് സീരീസ് വളരെ ഈഗർലി അവൈറ്റഡ് സീരീസ് ആണ്. അപ്പോൾ ഈ വർഷത്തെ നോട്ട് സീരീസ്, അതായത് നോട്ട് 15 സീരീസിലെ ആദ്യത്തെ ഡിവൈസാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതായത് റെഡ്മി നോട്ട് 15 ബേസ് വേരിയന്റ് ആണ് ഇത്തവണ ഇറക്കിയിരിക്കുന്നത്. പ്രോ വേരിയന്റ്, പ്രോ പ്ലസ് വേരിയന്റിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല. ആക്ച്വലി എന്ന് വരും എന്നുള്ളത് ഐഡിയ ഇല്ല, ലേറ്റസ്റ്റ് സ്റ്റേജിൽ വരുള്ളൂ. എന്നാൽ റെഡ്മി നോട്ട് 15 അതായത് ബേസ് വേരിയന്റ് ആണ് ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എല്ലാ വിശേഷവും സ്പെസിഫിക്കേഷനും എല്ലാം തന്നെ പറയുന്നത്. അതിനൊപ്പം തന്നെ ക്യാമറ സാമ്പിൾസും എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയുന്നതാണ്. അപ്പോൾ റെഡ്മി നോട്ട് 15 അൺബോക്സിംഗിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് പാക്കേജ്. നിങ്ങൾക്ക് കാണാം റെഡ്മി നോട്ട് 15 5G 3D കർവ്ഡ് സ്ലിം ആംബുലറ്റ് 108 ഹൈ റെസൊല്യൂഷൻ ക്യാമറ എഴുതിയാണ്. റെഡ്മി നോട്ട് 15 റെഡ്മി ബൈ ഷവമി എഴുതിയാണ്. കർവ്ഡ് ഡിസ്പ്ലേ, 3200 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്, അതേപോലെ തന്നെ പവർഫുൾ പെർഫോമൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. EV ഗ്രേഡ് ബാറ്ററി, അതായത് സിലിക്കൺ കാർബൺ ബാറ്ററിയാണ്. 5520 mAh ബാറ്ററിയാണ്. 45 വാട്ട് ചാർജിംഗ് ഉണ്ട്. ഡ്യുവൽ സ്പീക്കേഴ്സ്, IP66 റേറ്റഡ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, പിന്നെ ഹൈറസ് ഓഡിയോ, ഡോൾബി അറ്റ്മോസും ഹൈപ്പർ OS സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഗ്ലേഷ്യർ ബ്ലൂ എന്നാണ് ഈ കളറിന്റെ പേര്. 8256 ആണ് നമ്മുടെ കയ്യിലുള്ള വേരിയന്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കിട്ടുന്ന ഒബ്വിയസ്ലി റെഡ്മിന്റെ ചെറിയ ബോക്സ് ആണ്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു സിം ഇജക്ടർ പിന്ന് കാണാം. അതുകൂടാതെ നമുക്ക് മാനുവൽ ആൻഡ് വാറന്റി ഇൻഫർമേഷൻ കാണാം. അല്ലേ, മാനുവൽ ആൻഡ് വാറന്റി ഇൻഫർമേഷൻ, പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്, വാട്ടർ റെസിസ്റ്റൻസിനുള്ള സ്റ്റിക്കേഴ്സ്, പിന്നെ ഒരു കേസ് ആണ്, TPU കേസ്. കഴിഞ്ഞ വർഷത്തേക്ക് പോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി മാറ്റ് ഫിനിഷ് TPU കേസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഡിവൈസ് ആണ്. ഇതൊന്ന് എടുക്കാം. അപ്പോൾ ഡിവൈസ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി നോട്ട് 15 5G. ഇതുണ്ടല്ലേ, ക്യാമറ ലേഔട്ട് ഒരു സർക്കുലർ എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്ക്വയറിഷ് ലേഔട്ട് വിത്ത് കർവ്ഡ് എഡ്ജസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബ്രാൻഡിങ് കാണാം, റെഡ്മീൻ്റെ പവർ ആൻഡ് വോളിയം കീസ് കാണാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് IR ബ്ലാസ്റ്ററും കാണാം, USB Type-C പോർട്ട്, സ്പീക്കേഴ്സ്, അതേപോലെ സിം ട്രെയും കാണാം. അപ്പോൾ ഞാൻ ഡിവൈസിലേക്ക് തിരിച്ചു വരാം. അതിന് മുമ്പായിട്ട് ബാക്കി എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടുന്ന ഒരു 45 വാട്ടിൻ്റെ അഡാപ്റ്ററാണ്. അതുണ്ടല്ലേ, 45 വാട്ട് ഡിസൈൻ ബൈ ഷവമി എഴുതിയാണ്. പിന്നെ ഒരു USB Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അൺബോക്സിംഗ് ചെയ്തു. ഇനി നമുക്ക് ഡിസൈൻ ആസ്പെക്ട്സിലേക്ക് പോകാം. ഡിസൈൻ ആസ്പെക്ട്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കർവ് ഡിസ്പ്ലേ ആണ്. ബാക്ക് സൈഡും കർവ്ഡ് ആണ്. അപ്പോൾ രണ്ട് ഡിസ്പ്ലേയും ബാക്ക് പാനലും കർവ്ഡ് ആണ്. 7.35 mm ആണ് തിക്നെസ് വരുന്നത്. വളരെ മിനിമൽ തിക്നെസ് ആണ്. അതുകൂടാണ്ട് തന്നെ ജസ്റ്റ് 178 grams ഉള്ള അത്രയും ലൈറ്റ് വെയിറ്റ് ഡിവൈസ് ആണെന്ന് പറയും. കയ്യിലൊക്കെ വളരെ പൂ പോലെ ഇരിക്കുന്ന ഒരു ഡിവൈസാണ്. 178 grams ആണ്. ഇതിനകത്ത് IP66 റേറ്റിംഗ് ആണ്. മിലിറ്ററി ഗ്രേഡ് സ്റ്റാൻഡേർഡ്സും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്, ഇത് ഗ്ലാസ് ഒന്നല്ല, പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. പിന്നെ ക്യാമറ ലേഔട്ട് കാണാം. ഒരു പ്രൈമറി ക്യാമറയും 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. പിന്നെ LED ഫ്ലാഷ് കാണാം. റെഡ്മിയുടെ ബ്രാൻഡിങ് ആണ്, റെഡ്മി 5G നീതി കാണാം. നല്ലൊരു മെറ്റീരിയൽ ഫിനിഷ് ആണ്. അതിനൊപ്പം തന്നെ ഈ 3 കളേഴ്സിലാണ് അവൈലബിൾ. ഒന്ന് ഒരു പേർപ്പിൾ കളറിന്റെ ഒരു പാറ്റേൺ ഒക്കെ ഉള്ളത്, പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഇത് നമുക്ക് കിട്ടിയ ഈ ഒരു ബ്ലൂയിഷ് കളറും കൂടിയാണ് വരുന്നത്. അങ്ങനെ 3 കളേഴ്സാണ് അവൈലബിൾ ആവുന്നത്. ക്യാമറ മോഡ്യൂളൊക്കെ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. ഏറെക്കുറെ കഴിഞ്ഞ വർഷത്തെ ഡിസൈൻ ലാംഗ്വേജ് തന്നെ റിഫൈൻ ചെയ്താന്ന് പറയാം. ഇപ്പോൾ ഈ തിക്നെസ്സും ലൈറ്റ് വെയിറ്റ് ഇതും വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കയ്യിൽ നമുക്ക് കിട്ടുന്നത്. അതായത് ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്. കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷും ആണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് സെഗ്മെന്റിൽ അനുയോജ്യമായ ഒരു പ്രീമിയം ലുക്ക് ആൻഡ് ഫീൽ ഡെഫിനറ്റ്ലി ഈ ഡിവൈസിനുണ്ട് എന്നുള്ളതിന് പറയാൻ സാധിക്കും. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്, USB Type-C പോർട്ടും, അതേപോലെ നമുക്കൊരു സിം ട്രേ ആണ് വരുന്നത്. മുകളിൽ IR ബ്ലാസ്റ്റർ ഉണ്ട്. ഒബ്വിയസ്ലി റെഡ്മിൻ്റെ എല്ലാ ഡിവൈസിലും IR ബ്ലാസ്റ്റർ വരാറുണ്ട്. അപ്പോൾ ഇത്തവണയും ആ ഒരു ഫീച്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഡിസ്പ്ലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6.77 inches ഡിസ്പ്ലേ ആണ്. ഇത് ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് 100% DCI P3 കളർ ഗാമറ്റ് ആണ് വരുന്നത്. 3200 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിസ്പ്ലേ ഓഫർ ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ലതാണ്. നല്ല റിച്ച് കളേഴ്സും നല്ല ടോൺസും ആണ് വരുന്നത്. അപ്പോൾ ഓവറോൾ ടച്ച് റെസ്പോൺസും ആ കാര്യത്തിലൊന്നും തന്നെ ഇഷ്യൂസ് ഇല്ല. പിന്നെ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം കളർ ആക്യുറസി വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് ലെവൽസും വളരെ നല്ലതാണ്. അപ്പോൾ ഡിസ്പ്ലേന്റെ കാര്യത്തിൽ കംപ്ലയിൻസ് ഒന്നും ഇല്ല. എന്നാൽ
എന്നാൽ HDR സപ്പോർട്ട് കണ്ടില്ല. ഞാൻ നെറ്റ്ഫ്ലിക്സിലും യൂട്യൂബിലും HDR സപ്പോർട്ട് കണ്ടില്ല. അപ്പോൾ അത് പ്രോബ്ലി ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് ബ്രാൻഡിൻ്റെ അടുത്ത്. അതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് കിട്ടിയാൽ ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം. പക്ഷേ ആസ് ഓഫ് നൗ യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും HDR സപ്പോർട്ട് കണ്ടില്ല. പിന്നെ ഡിസ്പ്ലേ ഓവറോൾ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല. പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ വരുന്നത്. എനിക്ക് പരാതികളൊന്നും തന്നെ പറയില്ല. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് പറയാം. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകുമ്പോൾ HyperOS. പക്ഷേ HyperOS 2.0 ഉള്ളൂ, ആൻഡ്രോയിഡ് 15 ഉള്ളൂ എന്നുള്ളതാണ്. അതെനിക്കൊരു ഡൗൺ സൈഡ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം 2026 ആദ്യത്തെ ലോഞ്ച് പ്രോബ്ലി ആൻഡ്രോയിഡ് 16 HyperOS 3.0 കൊടുക്കാമായിരുന്നു. എന്നാൽ ഇത് ഉടനെ തന്നെ HyperOS 3.0 വരുന്നുണ്ട് എന്നുള്ളതാണ് ഷോമി പറഞ്ഞത്. അപ്പോൾ അതെന്ന് എക്സാക്ട് ഡേറ്റ് നമുക്കില്ല. എന്നാലും ഉടൻ തന്നെ HyperOS 3.0 ആൻഡ്രോയിഡ് 16 ഉടൻ തന്നെ വരുന്നുണ്ട്. പിന്നെ 4 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 6 years ഓഫ് സെക്യൂരിറ്റി പാച്ചസും ആണ്. പക്ഷേ ആ 4 years ഒരെണ്ണം ആൻഡ്രോയിഡ് 16 ഓൾറെഡി പോയി. അപ്പോൾ എഫക്റ്റീവ്ലി നമുക്ക് വേണമെങ്കിൽ പറയാച്ച 3 years ആണ്. അത് നല്ലതാണ്. 4+6 ഡെഫിനറ്റ്ലി നല്ലതാണ്. എന്നാൽ അത് കുറേ കൂടെ നല്ലതായത് ആൻഡ്രോയിഡ് 16 കൊടുത്തിരുന്നെങ്കിൽ. എന്നാൽ ഇവിടെ നമുക്ക് 15 ഉള്ളൂ. HyperOS 2.0 ആണ് വരുന്നത്. HyperOS 2.0 ഏറെക്കുറെ നമ്മൾ കണ്ടതാണ്. വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ഏറെക്കുറെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരുപാട് ബ്ലോട്ട് വെയർസ് ഷിപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പക്ഷേ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഒബ്വിയസ്ലി ഇപ്പോൾ എല്ലാ ബ്രാൻഡ്സിൻ്റെയും ബ്ലോട്ട് വെയർസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ബ്ലോട്ട് വെയർസ് ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് സ്നാപ്ഡ്രാഗൺ 6 Gen 3 ആണ് ചിപ്പ്. ഇതൊരു ലേറ്റസ്റ്റ് ചിപ്പ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് കഴിഞ്ഞ വർഷത്തിന് മുമ്പത്തെ ചിപ്പാണ്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 6 Gen 3 എന്ന് പറഞ്ഞത് ഏറെക്കുറെ ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ചിപ്പാണ്. അറൗണ്ട് ആൻറ്റിറ്റ്യൂഡ് വേർഷൻ ലെവലിൽ അറൗണ്ട് 8 lakh ഒക്കെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ചിപ്പാണ്. സ്നാപ്ഡ്രാഗൺ 600 സീരീസിൽ അല്ലെങ്കിൽ 6 Gen സീരീസിലെ ചിപ്പാണ്. 6 Gen 3 ആണ്. ഇപ്പോൾ ആക്ച്വലി ലേറ്റസ്റ്റ് 6 Gen 4 ആണ്. ലേറ്റസ്റ്റ് ചിപ്പ് അല്ല. ഇതിനകത്ത് നമുക്ക് 8 GB റാം ഉണ്ട്. അപ്പോൾ അതും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് UFS 2.2 ആണ് സ്റ്റോറേജ് വരുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ തന്നെ വലിയ പരാതികളൊന്നും പറയാനില്ല. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോൾ എല്ലാ ഫോൺസും UFS 2.2 ആണ്. ചില ഫോൺസ് ഉണ്ട് 3.1 ഉണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ UFS 2.2 ആണ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. പിന്നെ ഇനി അങ്ങോട്ട് കൂടുതൽ ഫോൺസിലൊക്കെ UFS 2.2 വരാൻ ചാൻസ് ഉണ്ട്. കാരണം എക്സ്ട്രീം റാം ആൻഡ് സ്റ്റോറേജ് ഷോർട്ടേജ് ഉള്ളത് കാരണം നമുക്ക് ചിലപ്പോൾ ഫോൺസൊക്കെ കുറച്ച് കട്ട് ഡൗൺ ചെയ്യാൻ ചാൻസ് ഉണ്ട് 2026. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് Redmi Note 14ലും UFS 2.2 വരുന്നു. ഇവിടെയും നമുക്ക് അത് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഡേ ടു ഡേ ടാസ്കിൽ ലാഗോ ഇഷ്യൂസ് ഒന്നുമില്ല. കാരണം സ്നാപ്ഡ്രാഗൺ 6 Gen 3 നല്ലൊരു ചിപ്പാണ്. ലേറ്റസ്റ്റ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പാണ്. പ്രത്യേകിച്ച് 20,000 രൂപേൻ്റെ ആ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വരുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ചിപ്പാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് ലാഗൊന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ അത്യാവശ്യം നല്ല ലൗഡ് സ്പീക്കേഴ്സാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊന്നും തന്നെ കോംപ്രമൈസ് ഇല്ല. കോൾ ക്വാളിറ്റിയും നല്ലതാണ്. 5G ബാൻഡ്സ് ഒക്കെ ഞാൻ ഒരു സിം വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. എയർടെലിൻ്റെ 5G സിം വെച്ച് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും തന്നെ പ്രോബ്ലി പരാതികളൊന്നും പറയാനില്ല. ഇനി നമുക്ക് അടുത്ത് ക്യാമറയിലോട്ട് പോകാം. ഇതിനകത്ത് വരുന്നത് ഒരു 108 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറയാണ്. സാംസങ്ങിൻ്റെ ഐസോസെൽ HM9 സെൻസറാണ് വരുന്നത്. അതിനൊപ്പം തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഒരു 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കൊരു 20 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. റിയർ ക്യാമറയിൽ നമുക്ക് 4K 30 FPS വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. സെൽഫി ക്യാമറയിൽ 1080p 30 FPS റെക്കോർഡിംഗ് ഉള്ളൂ. അപ്പോൾ 60 FPS റെക്കോർഡിംഗ് ഇതിനകത്തില്ല. ഐ മീൻ ഫ്രണ്ട് ക്യാമറയിലില്ല, റിയർ ക്യാമറയിലുണ്ട്. അത് 1080p 60 FPS ഉണ്ട്. അതേപോലെ 4K 30 FPS ആണ്. അത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനിലൂടെ നമുക്ക് കിട്ടുന്നതാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ 108 മെഗാപിക്സൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറയിൽ നമുക്ക് 3x ഇൻ സെൻസർ സൂം ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ബേസിക് സൂം 3x ഈ ഒരു ഇൻ സെൻസർ ക്രോപ്പിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ 108 മെഗാപിക്സൽ ക്യാമറ ആയതുകൊണ്ട് തന്നെ ആ ഒരു അധികം റെസൊല്യൂഷൻ ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് ഇമേജസിന്റെ ക്ലാരിറ്റി കുറയില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറേന്റെ ഹാർഡ്വെയർ പറയുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാമറ സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഇതെല്ലാം Redmi Note 15 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനീഷ്യൽ ഇംപ്രഷൻസ് നല്ലതായിട്ടാണ് തോന്നിയത്. കാരണം ക്യാമറ ക്വാളിറ്റിയും അതേപോലെ ഡീറ്റെയിൽസും കളേഴ്സും എല്ലാം തന്നെ ഡൈനാമിക് റേഞ്ച് കുഴപ്പമില്ല എന്ന് പറയാം. ഓവറോൾ ക്വാളിറ്റി ഒരു പ്രൈസ് സെഗ്മെന്റ് അനുയോജ്യമായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാം. സെൽഫി ക്യാമറ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. കുറച്ചൊരു ഓവർ ഷാർപ്പനിങ് എഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പ്രോബ്ലി കുറച്ചും കൂടെ റിഫൈൻമെന്റ് കൊടുക്കാമായിരുന്നു. അതേപോലെ ഓവറോൾ എക്സ്പീരിയൻസ് ക്യാമറയിൽ വെച്ചിട്ടുള്ളത് എനിക്ക് ഡെഫിനറ്റ്ലി പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ഒരു ക്യാമറ എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാം. അതേപോലെ വീഡിയോ സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ Redmi Note 15 എടുത്ത ക്യാമറ സാമ്പിൾസ്. ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ നമുക്ക് അടുത്ത് ബാറ്ററിയിലോട്ട് പോകാം. ഇതിനകത്ത് വരുന്നത് 5520 മില്ലി ആംപർ ബാറ്ററിയാണ്. 45 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. അഗെയിൻ ബാറ്ററി കപ്പാസിറ്റിയിലും ചെറിയൊരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഇത്രയും സ്ലിം ഫോം ഫാക്ടറിൽ 5520 മില്ലി ആംപർ ബാറ്ററി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് ഡെഫിനറ്റ്ലി നല്ല കാര്യമാണ്. അപ്പോൾ ഓവറോൾ എനിക്കൊന്ന് ബാറ്ററി ലൈഫ് മോർ ദാൻ എ ഡേ ഡെഫിനറ്റ്ലി കിട്ടും. കാരണം ഇതൊരു ഹൈ പവർ കൺസ്യൂമിങ് പ്രോസസ്സർ ഒന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 1.5 ദിവസമൊക്കെ കിട്ടേണ്ടതാണ്. എഗെയിൻ നമ്മൾ ടെസ്റ്റ് ചെയ്താലേ വിശദമായി പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. എഗെയിൻ ഡീറ്റെയിൽ ടെസ്റ്റിംഗ് ചെയ്തിട്ടില്ല നമ്മൾ. കാരണം അത് നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യങ്ങളാണ്, റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പറയാം. പക്ഷേ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ല ഒരു ബാറ്ററി ലൈഫാണ്. 45 വാട്ടിൻ്റെ ചാർജിങ് കൊണ്ട് ചാർജറും ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി നോട്ട് 15ൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നല്ല ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, ആമോലെഡ് ഡിസ്പ്ലേയും അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് ലെവൽസ് ഒക്കെ നല്ലതാണ്. അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ക്യാമറാസും കുഴപ്പമില്ല, ബാറ്ററി ലൈഫും നല്ലതാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ പോരായ്മയായിട്ട് തോന്നുന്നത് ആൻഡ്രോയിഡ് 16 കൊടുക്കാമായിരുന്നു. പ്രോബ്ലി എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡ് 16ഉം HyperOS 3.0 കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് അറിയില്ല. ഇന്ന് വീഡിയോ ഇടുന്ന സമയത്താണ് പ്രൈസിങ് അനൗൺസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ അപ്ഡേറ്റ് ചെയ്യാം. അറൗണ്ട് 20,000 റുപ്പീസിൻ്റെ ആ റേഞ്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസിങ്. അപ്പോൾ ആ ഒരു പ്രൈസിങ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അഗെയിൻ ബേസ് വേരിയൻറ്റ് വിത്ത് ഓഫേഴ്സ് ഒരു 20,000 താഴെ നിൽക്കാനാണ് ചാൻസ്. പക്ഷേ ഈ തവണ സ്റ്റോറേജും റാമിൻ്റെയൊക്കെ വില കൂടിയത് കാരണം എനിക്കറിയില്ല എത്രത്തോളം വില കൂടുന്നുള്ളത്. അപ്പോൾ ഇതാണ് റെഡ്മി നോട്ട് 15ൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.